ഭരണ സംവിധാനം അധികാരം കയ്യിലുള്ളവർ ഇതിനകത്ത് നിയമത്തിലാണോ കുഴപ്പം എങ്കിൽ നിയമം മാറ്റണം. അതിനാണല്ലോ ജനങ്ങൾ ജനപ്രതിനിധികളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് പഞ്ചായത്തിലായാലും നിയമസഭയിലായാലും ശരി, ആ നിയമം മാറ്റണമെങ്കിൽ നിയമം മാറ്റണം. ഓരോ രാജ്യത്തിൻ്റെയും ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേക സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് എടുക്കേണ്ട നടപടികൾ എടുക്കുക തന്നെ വേണം. ABC അത്രമാത്രം പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇവിടെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ ബാല്യകാലത്തൊക്കെ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ പട്ടിപിടുത്തക്കാർ നാട്ടിൽ വരാറുണ്ട്. പട്ടിപിടുത്തക്കാർ അവരൊരു കമ്പി കയറും കൊണ്ടുവന്നിട്ട് ഇറങ്ങി വളരെ വിദഗ്ധമായി തന്നെ പിടിക്കുക. ഒരു ലോറി നിറച്ച് പട്ടികളുമായി കൊണ്ടുപോകുന്ന. പക്ഷെ അതിപ്പോൾ പട്ടി ഇല്ലാതായിട്ടില്ല എന്നുള്ളതല്ല, പക്ഷെ തെരുവ് നായ്ക്കളുടെ ശല്യം അന്ന് വളരെ കുറവായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലുള്ള മൃഗസ്നേഹികളും എല്ലാം കൂടി വന്ന് കോടതികളിൽ കേസായി മറ്റുമായി എന്തെങ്കിലും ചെയ്താൽ പുലിവാലാകുമോ എന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും എല്ലാവർക്കും ഇങ്ങനെയുണ്ടായി. പിന്നെ നായ്ക്കളെ കൊല്ലുക എന്നുള്ള ഒരു വികാരം മാറി നായ്ക്കളെ സ്നേഹിക്കുക, അല്ലെങ്കിൽ നായ്ക്കളെ കൊല്ലാതിരിക്കുക, വെറുതെ പുലിവാല് പിടിക്കേണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇഫക്റ്റീവായി ഒരു ഘടകങ്ങളും ഈ കാര്യത്തിൽ തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കുന്ന കാര്യത്തിൽ ഇഫക്റ്റീവായി ആരും ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവം. തദ്ദേശ സ്ഥാപനങ്ങളായാലും മറ്റുള്ളവരായാലും അവരിത് നടപടി ചെയ്യാമെന്ന് കരുതുമ്പോൾ ചില നിയമ നടപടികൾ, ചില കുരുക്കുകൾ പല ഭാഗത്തു നിന്നെത്തും. അത്തരം ഒരു പ്രതിസന്ധി ഇല്ലേ നമ്മുടെ നാട്ടിൽ? എൻ്റെ ഒരു സംശയം ഇതാണ്. അതായത് നമ്മുടെ നിയമത്തിലുണ്ട്, നെൽവയൽ നികത്താൻ പാടില്ല, കുന്നിടിച്ച് കളയാൻ പാടില്ല, കുന്ന് ഇടിച്ച് മണ്ണ് അടിച്ചു മാറ്റാൻ പാടില്ല, കരിങ്കൽ കോറിക്ക് ലൈസൻസ് കൊടുക്കുന്ന കാര്യത്തിൽ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ പഞ്ചായത്തുകൾക്ക് വളരെ നിർലോഭം അങ്ങ് കൊടുക്കാം. പട്ടിയുടെ കാര്യത്തിൽ മാത്രം ഇത്രയും വിജിലൻ്റ് ആവുന്നത് എങ്ങനെയാണ്? അതെനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ്. പിന്നെ ഈ രണ്ട് സുഹൃത്തുക്കളോടും, ഇപ്പോൾ ബഹുമാനപ്പെട്ട മൃഗസ്നേഹിയായ എൻ്റെ സുഹൃത്തിനോടൊരു ചോദ്യമുണ്ട്. ഈ തിരുവനന്തപുരം മൃഗശാലയിൽ ഒരു ആനാക്കോണ്ടയുണ്ട്. അതിന് ഒരു ദിവസം 10-30 മുയലുകളെയും കോഴികളെയും അതിൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജന്തുസ്നേഹം എന്ന് പറയുന്നത് നമുക്ക് മുയലുകൾക്കും കോഴികൾക്കും വിരുദ്ധമാണോ? ഒരിക്കലും അങ്ങനെ ഒരു ഹോബി ഇല്ല. യഥാർത്ഥത്തിൽ നിയമങ്ങളെ പേര് പറഞ്ഞ് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാനാണ് ഉത്തരവാദിത്തപ്പെട്ടവർ എപ്പോഴും ശ്രമിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചതിൽ ഉൾപ്പെടെ അത്തരം പരാമർശങ്ങളുണ്ട്. യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ കർത്തവ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയും സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അത് നിയമങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അടുത്ത കാലത്തുണ്ടായ ഒരു പരാമർശം അടിസ്ഥാനത്തിൽ ആ ഒരു പരാമർശമാണ് അക്രമകാരികളായ ഡോഗ്സ്, സ്ട്രീറ്റ് ഡോഗ്സ് വളരെ അക്രമകാരികളായി മാറുമ്പോൾ അവയെ മരുന്ന് കുത്തിവെച്ചുകൊണ്ട് അവയെ ഉന്മൂലനം ചെയ്യാം എന്നുള്ളൊരു പരാമർശമുണ്ടായി. ആ പരാമർശം ഉണ്ടായ സമയത്ത് ആ ഒരു പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ദുർവ്യാഖ്യാനം ചെയ്ത് അങ്ങ് ആനാക്കൊണ്ടയുടെ മുയലിൻ്റെ കാര്യം പറഞ്ഞില്ല. രണ്ടാമത് അങ്ങേ പേപ്പട്ടി അടിച്ചാൽ എന്തായിരിക്കും പ്രതികരണം? അല്ല, എല്ലാവരെയും പേപ്പട്ടി കടിക്കുന്ന പോലുള്ള പ്രതികരണം തീർച്ചയായിട്ടും അതാ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിൽ യഥാർത്ഥത്തിലുള്ള സ്വയം കണ്ണടച്ച് ഇരുട്ടാക്കാനുള്ള ശ്രമമാണ്. എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് തരത്തിൽ ഇപ്പോൾ നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഈ സ്റ്റെറിലൈസേഷൻ, വാക്സിനേഷൻ എന്നൊക്കെ പറയുന്ന രണ്ടാം ഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇമ്മീഡിയറ്റ് ആക്ഷനിൽ എൻ്റെ അഭിപ്രായം ഏതെങ്കിലുമൊക്കെ തരത്തിൽ പട്ടികളുടെ കുറേ സംഖ്യകളെ കൊന്ന് തന്നെ കുറയ്ക്കുക. അല്ലെങ്കിൽ ഈ രണ്ടുപേരെ വിട്ട ഒരു ഏരിയയിലേക്ക് പോയി വന്ധീകരണവും മറ്റുമൊക്കെ ചെയ്തു വരുമ്പോഴത്തേനും ഇവിടെ കുറേ പേരെ കൊന്നിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഇമ്മീഡിയറ്റ് ആക്ഷനാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അത് കൊല ചെയ്യേണ്ട കൊല തന്നെ ചെയ്യുക. നമ്മളിവിടെ എലി വരികയാണ്, എലിയുടെ പ്ലേഗ് വരികയാണ്. അപ്പോൾ നമ്മൾ എലിയെ ഇപ്പം ഉന്മൂലനം ചെയ്യാൻ തീരുമാനിക്കുന്നു, അതിന് ജനോസൈഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സംഘടന എങ്ങനെയാണ് ഇതിനകത്ത് പ്രതികരിക്കുക? നമ്മുടെ ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്ലേഗ് വന്ന വളരെ ദാരുണമായി ഒരുപാട് പേർ മരണപ്പെട്ട സംഭവം ഉണ്ടായി. ഇത്തരത്തിലുള്ള ഈ തെരുവ് നായ്ക്കളെ കൊല്ലണമോ വേണ്ടയോ? എത്തരത്തിലുള്ള ഈ ആക്രമണ സ്വഭാവമുള്ള ഈ ആൾക്കാരെ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കടിച്ചു കീറുന്ന യഥാർത്ഥത്തിൽ മൃഗസ്നേഹികൾ എന്താ ചെയ്യേണ്ടത്? മൃഗസ്നേഹികൾ ചെയ്യേണ്ടത് മൃഗങ്ങൾക്കെതിരായിട്ടുള്ള ക്രൂരതയ്ക്കെതിരായിട്ടാണ് നിങ്ങൾ നിലനിൽക്കേണ്ടത്. അല്ല, മനുഷ്യനെതിരെ ഇത്രയും ആക്രമിച്ച് മനുഷ്യനെ കൊല്ലുന്ന നായ്ക്കൾക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ വാദിക്കാൻ പോലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ പറയുന്നതിനകത്ത് ഒരു വാദം ഞാൻ അംഗീകരിക്കുന്നുണ്ട്. കാരണം തദ്ദേശ സ്വയംഭരണകാലം സർക്കാരും വീഴ്ച വരുത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ. അവർ കൃത്യമായി നടപ്പാക്കി, അത് അംഗീകരിക്കുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളെപ്പോലെയുള്ള ചില സംഘടനകൾ വളരെ വലിയ വില്ലന്മാരായി നിന്നുകൊണ്ട് ഇതിനെതിരെ ആരെങ്കിലും ഒരു നടപടി സ്വീകരിക്കാമെന്ന് കരുതി. ഇപ്പോൾ ചിറ്റിലെ പോലെയുള്ളവർ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ കേസ്, ഇബ്രാഹിം ഒരു പട്ടിയുടെ ഇത് ഷൂട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ വിദേശത്തുനിന്ന് കേസ്. ഇവിടെ തിരുവനന്തപുരത്തും കൊച്ചിയിലും പുറത്തു നിന്ന് ആൾക്കാരെത്തിയിട്ട് ഇവിടുത്തെ ടൂറിസത്തിനെ തകർക്കുന്ന രീതിയിലേക്കുള്ള വിഷയം ഉണ്ടാക്കി, പട്ടിയെ കൊല്ലുന്നു. ഇതിനൊക്കെ എന്താണ് നിങ്ങളുടെ സംഘടന പറയുന്നത്? കോവളത്തെ അവിടെ ലോക്കൽസ് ആയിട്ടുള്ള നിരവധി പേരുടെ പേരിൽ വിദേശികൾ കേസ് കൊടുത്തിരിക്കുകയാണ്. നിലവിൽ കേസുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ അത്തരം സംഘടനകൾക്ക് ഒരു ഉത്തരവാദിത്തം വേണ്ടത്? കാര്യം വ്യക്തമാണ്. എന്താണെന്ന് വെച്ചാൽ അതിനുള്ള കാര്യം വ്യക്തമാണ്. അപകടകാരികളായിട്ടുള്ള അല്ലെങ്കിൽ ആക്രമണം കാണിക്കുന്ന നായ്ക്കളുടെ, തെരുവ് നായ്ക്കളുടെ
പേര് പറഞ്ഞുകൊണ്ട് നായ്ക്കളെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉൾപ്പെടെ ഇവിടെ കണ്ടുവന്നത്. അതിനെ തുടർന്നാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരാണ് ചെയ്തത് അതിന് എന്ത് കണക്കാണ്? ഓക്കെ, ആരാണ് ചെയ്തത് അതിന് എന്ത് കണക്കാണ്? അങ്ങനെ എത്ര നായ്ക്കളാണ് കേരളത്തിൽ ഇല്ലാതായി പോയത്? മറുപടി പറയേണ്ടി വരും. അല്ല, അത് കഴിഞ്ഞ കാലങ്ങളിൽ തിരിച്ചുള്ള കണക്ക് ഞാൻ പറയും. അതായത് നായ്ക്കളുടെ എണ്ണം കുറഞ്ഞോ കൂടിയോ ഇങ്ങനെ പറഞ്ഞാണെങ്കിൽ സ്വാഭാവികമായിട്ട് നായ്ക്കൾ കുറയണം. നായ്ക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. എങ്കിൽ അങ്ങ് തന്നെ പറയുന്നു നായ്ക്കളെ, അതായത് അപകടകാരിയായ നായ്ക്കളുടെ പേരിൽ നായ്ക്കളെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാനത് വിശദീകരിച്ച് വ്യക്തമായി വിശദീകരിച്ചു തരാം. ഇവിടെ മൃഗസ്നേഹികളായിട്ട് വന്നിരിക്കുന്ന ചർച്ച നമ്മൾ മറ്റ് മൃഗങ്ങളെ സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്തുന്നില്ല. തെരുവ് നായ് സ്നേഹികളാണ് ഇവിടെ. തെരുവ് നായ്കളെ മാത്രം സ്നേഹിക്കുന്ന ഒരു കൂട്ടം മൃഗസ്നേഹികളുണ്ട്. അതിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാൻ പാടില്ല. ഒരു അമ്മച്ചിയെ ജീവനുണ്ടായിരുന്ന ആളെ അദ്ദേഹത്തിൻ്റെ കൊന്ന് മാംസങ്ങളെല്ലാം പിച്ചു ചീന്തി രക്തദാഹികളായിട്ടുള്ള തെരുവ് നായ്ക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് സംസാരിക്കുവാൻ മനുഷ്യ സ്നേഹത്തിനെ മാറ്റിവിട്ടുകൊണ്ട് മൃഗസ്നേഹികളെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? ഇപ്പോൾ ഞാൻ കടപ്പുറത്ത് നിന്ന് വരുന്ന ഒരാളാണ്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു അമ്മച്ചിയാണ് നാൾ മരിക്കപ്പെട്ടത്. ഈ ദാരുണ മരണം കണ്ടും കൊണ്ട് ഞങ്ങൾ എത്ര പേർ അടങ്ങിയിരിക്കണം? തെരുവ് നായികളെ കൊല്ലുമ്പോഴും നമ്മളെല്ലാവരും പറയുകയാണ് ഓരോ നിയമവും. ഈ നിയമം കയ്യിലെടുത്തുകൊണ്ടെന്ന് ഞങ്ങളുടെ മനുഷ്യജീവൻ ഒരു വിലയുമില്ലേ? ഇപ്പം ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളെ വേട്ടയാടുന്ന ഞങ്ങളുടെ ജീവന് ഇതായിരിക്കുന്ന ഈ തെരുവ് നായികളെ കൊല്ലുവാൻ ഞങ്ങളെ അനുവദിച്ചേ പറ്റൂ. സർക്കാർ മുൻപോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ മുൻപോട്ടിറങ്ങി തെരുവ് നായ്ക്കളെ കൊല്ലും. ഞങ്ങൾക്കെതിരെ കേസുമായിട്ട് വരുന്നവനെ ഞങ്ങൾ പേപ്പട്ടി അടിച്ച് കൊല്ലും പോലെ ഞങ്ങൾ കൊല്ലുകയും ചെയ്യും. ഇതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞങ്ങൾക്ക് ജീവിക്കണം. ഇത് ഞാനിപ്പോൾ ഒരുപക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഞാനിതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതായത് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ചർച്ച ചെയ്യുന്നുള്ളൂ. കാരണം നാളെ ജനം മാറും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ സർക്കാരോ അവർ നോക്കില്ല. പട്ടി കടിക്കാൻ വന്നാൽ കല്ലെടുത്തെറിയുന്ന പോലെ തന്നെ ജനങ്ങൾ ഒത്തുചേർന്നിട്ട് ഏരിയയിലെ മുഴുവൻ പട്ടികളെയും കൊല്ലും. ശരിക്കും ചെയ്യേണ്ടത് വീടുകളിൽ വളർത്തുന്ന പട്ടിക്ക് ലൈസൻസ് എടുക്കുക, അതിനെ ഒരു അടയാളം കഴുത്തൊരു ബെൽറ്റോ പോലെ ഇട്ട് ഐഡൻറ്റിഫിക്കേഷൻ വരുത്തുക. ബാക്കിയുള്ള എല്ലാ നായ്ക്കളെയും ഉന്മൂലനം ചെയ്യാതെ ഈ രാജ്യത്ത് ഇത് ശാശ്വത പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല.